മക്കളെ, അപ്പോൾ 8ാം ക്ലാസ്സിൽ നമ്മൾ ചില എലമെന്റുകളുടെ ചിഹ്നങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം നേരിട്ട് വരാത്ത ഏതൊക്കെ ചിഹ്നങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? അതായത് നമ്മൾ ആ പേരുമായിട്ട്, എലമെന്റിന്റെ മൂലകത്തിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില സിമ്പിൾസുകളും ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇന്ന ആൾക്ക് അയച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാരനോ അയച്ചാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒട്ടും മടിക്കണ്ട, അപ്പം തന്നെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ അത് പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എലമെന്റിന്റെ പേരുമായിട്ട്, ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, സിമ്പൽ അഥവാ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ ലാറ്റിൻ പദങ്ങളിൽ നിന്നൊക്കെ വന്ന ചില ആളുകളുണ്ട്. അവയാണ് നമ്മൾ ഇന്ന് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. സോ ലെറ്റ്സ് ഗോ. അതിൽ ആദ്യത്തെ ആളാണ് ആര്? AG എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ആര്? സിൽവർ അഥവാ വെള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് കേട്ടോ. സിൽവർ അഥവാ വെള്ളി എന്ന് പറഞ്ഞ ആളാണ് ഇത്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക, സിൽവർ അല്ലെങ്കിൽ വെള്ളി. ഓക്കെ, ഇനി HG എന്ന് പറഞ്ഞ ആളാണ് മെർക്കുറി. മെർക്കുറി എന്ന് പറയുന്നു. മെർക്കുറി. ഓക്കെ, പിന്നെ നമുക്ക് പരിചയമുള്ള ആളാണ് Fe. Fe എന്ന് പറയുന്നത് നമുക്കറിയാം, ദിസ് ഈസ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. മക്കളെ നോട്ട് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ Na എന്ന് പറയുന്നത് ദിസ് ഈസ് ഫോർ സോഡിയം. സോഡിയം എന്ന് പറയുന്ന ആളാണ് ഏത്? Na എന്ന സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി K ഫോർ ദാറ്റ് ഈസ് പൊട്ടാസ്യം എന്ന് പറഞ്ഞ ആളാണ് ഏത്? ഈ ഒരു K നമ്മൾ ഉപയോഗിക്കാറുള്ളത് പൊട്ടാസ്യം. ഇനി AU ഫോർ ഗോൾഡ് അഥവാ സ്വർണം. ഇനി SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻ. ഇനി PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എലമെന്റിന്റെ അഥവാ മൂലകത്തിന്റെ പേരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താത്ത ആ ഒരു സിമ്പിൾസുകൾ. ഈ സിമ്പിൾസുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാ സിമ്പിൾസുകളും നമ്മളോട് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല. ഓരോ ക്ലാസ്സിലും വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 10ാം ക്ലാസ് +1 ഒക്കെ എത്തുമ്പോഴേക്കും ആ ഒരു പീരിയോഡിക് ടേബിളിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് പരിചിതമായിട്ട് മാറും. സോ ചെറിയ തുടക്കങ്ങളിലൂടെയാണ് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ വേറെ കുറേ ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ H ആണ്, നൈട്രജൻ N ആണ്, ഓക്സിജൻ O ആണ്, ക്ലോറിൻ Cl ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ളത്, നല്ല അടിപൊളി ക്ലാസ്സുകളുമായിട്ട് നമ്മളെ സൂപ്പർ ബാച്ച് ക്ലാസ് 8 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇനി നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോട് പറയാണ്, വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ എത്രമാത്രം നേരത്തെ തുടങ്ങുന്നു അത്രമാത്രം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. കാരണം ഇനി നമ്മളെ NMMSും കാര്യങ്ങളൊക്കെ മത്സര കോമ്പറ്റേറ്റീവ് എക്സാംസുകളൊക്കെ വരാനുണ്ട്. അപ്പോഴേക്കൊക്കെ നമ്മൾ സെറ്റാക്കി ഇങ്ങനെ വെച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ട്സുകൾ അല്ലേ. ഇപ്പോൾ നമ്മൾ ക്ലാസ് 8ുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സുകൾ, അപ്ഡേറ്റ്സുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പൈസയൊന്നും വേണ്ട ആവശ്യമില്ല. അതിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീണ്ടും കാണാം. ഗുഡ് ബൈ.